ഇതാരുടെ രാവിലെ കിടന്ന് വിളിക്കണ പൊല്ല്. ഹലോ, എന്തിടാ? ആ നീയാ? ഓ പണിക്കാ? ഓ വരാം ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം അതിലൂടെ 5 മിനിറ്റ്. ഓ കണ്ടാ വിളിച്ചാ? ഓ ഇതാ വരണ്ടേ? നിക്കറിടാണ്ട സമയം താടേ. ഓ ശരി എന്നാ. ഓ ശരി എന്നാ, ഇതാകണം. രാവിലെ എണീക്കണം, പണിക്ക് പോകണം. ഇതൊക്കെ ആരെ കണ്ടുപിടിച്ചാൽ കയ്യിലഞ്ച് പൈസ ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ പുല്ല് പോണ്ടായിരുന്നു. എന്തായാലും വിളിച്ചല്ലേ പോവാ. പോവാതെ ഇരിക്കുക. എന്താണ് ഒരു ഐഡിയ? രാവിലെ എന്തോന്ന് ചൂട്. ഈ ചൂടത്തിനിപ്പോൾ പെയ്യാലും എങ്ങനെയൊന്ന് പണി ചെയ്യും? എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു കിട്ടിയെങ്കിൽ പോണ്ടായിരുന്നു. തള്ള ഇതെന്തോന്ന് ജനല്ലേ പച്ച വീട്ടില്. അപ്പം ഒന്ന് പണിക്ക് പോകേണ്ട കാര്യമില്ല, പൈസ കൈ തേടി വരും. അല്ലെങ്കിൽ പുല്ല് പോവുക. വീട്ടിലും പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പൈസയും കിട്ടില്ല. ഒന്നും കിട്ടിയ പണിയെങ്കിലും ചെന്ന് ചെയ്യാം. പോവാം. അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കിയാലോ? വിളിച്ച് പറയാം, പുല്ല് എന്ന് പറഞ്ഞില്ല, വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടെന്ന്. അത് തന്നെ ചെയ്യാം. പൊന്നു വീട്ടിലെ പൈക്കടയിൽ ഞാൻ ഏതാ പണിക്ക് പോകണമെന്ന് വിളിച്ച് പറയാൻ പോവുകയാണ്. നിന്നെ കണ്ടുകൊണ്ടാണല്ല, കൈ നിറയെ പൈസ കൊണ്ട് തരണം. ശരി, വിളിച്ചോ കേട്ടോ. നീയാണ് ഇന്നത്തെ എൻ്റെ ഗസ്റ്റ്. പറഞ്ഞ് വയ്ക്കളയില് ഞാൻ വിളിച്ചു പറയാണ് പണിക്ക് പോകണില്ലെന്ന്. ഹലോ, ഞാൻ ഇന്ന് പണിക്ക് വരണില്ല കേട്ടാ. എന്തെന്നാ? ഇവിടെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഒരു കുപ്പി എടുത്തോണ്ട് പെട്ടെന്ന് വാ. പെട്ടെന്ന് വരണം. അധിക സമയം നിൽക്കില്ല, എപ്പോൾ വേണമെങ്കിലും പോവാം. അതിനുമ്പോൾ ഒന്ന് ട്രീറ്റ് ചെയ്ത് വിടാം. ഓ പെട്ടെന്ന് വാ. ഓ ഞാൻ കൺട്രാക്റ്റിനെ വിളിച്ച് പറയാം, നീ വന്നാൽ മതി. നമ്മൾ രണ്ടുപേരും പോകില്ലെന്ന് ഞാൻ വിളിച്ച് പറയാം. പെട്ടെന്ന് പോയേ. ശരി എന്നാ. കിട്ടൂടെ പൈസ? അവനൊന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറയാം. എന്നെ വിളിച്ച് വരുത്തിട്ട് ഇതെവിടെ പോയി കാണാനില്ലല്ലോ. കുപ്പി ഇവിടെ ഇരിക്കട്ടെ. ഇവ എന്ത് എടുക്കാത്ത? ബെല്ലടിക്കുന്നില്ല. എന്നാ ഈ പൈസ ഇവിടെ ഇരുത്താൻ ശരിയാവില്ല. ആ പാടെ 50 രൂപ ഉണ്ട്. പോക്കറ്റിലിരുത്താൻ അവൻ തപ്പിയൊക്കെ നോക്കും. ഇതിനൊക്കെ മടിയിൽ തന്നെ ഇരിക്കട്ടെ. ഇതാകുമ്പോൾ അവൻ കാണില്ല. കയറുക. അളിയ സാധനം കിട്ടി. ഒരു ക്ലാസ് എടുത്തുണ്ടോ അടിക്കാൻ? എവിടെ നിന്റെ ഗസ്റ്റ്? അവനൊന്നിട്ട് വിളി. അവവിടെ ഒന്നുകൂടി വിളി. എൻ്റെ ക്ലാസ് എടുത്തുണ്ടായിരുന്നു കൂടെ. ഓ എത്തൊരു ചൂട്. നീ എങ്ങനെയാണ് ഇവിടെ ഇരിക്കണം? എന്തു പറയാ, ചൂടിനൊരു കുറവില്ലടേ. ഞാനില്ലടേ. എന്ത് അതുകൊണ്ടായിരിക്കും ഗസ്റ്റ് കിട്ടില്ല. നീ വിളിയാനെ പച്ച കിട്ടില്ല. നിനക്ക് വേറെ പണിയൊന്നുമില്ലടേ. അത് വന്നാ പൈസ കിട്ടൂടാ. രാവിലെ പണിക്ക് പോകണേ. ഒഴിക്കടാ, രണ്ടെണ്ണം അടിക്കാം. അവൻ്റെ ഒരു പച്ച കിട്ടില് ഇത് പോണില്ല. നീ കുറച്ച് വെള്ളം എടുത്തുണ്ടാ കുടിക്കാൻ. കൊണ്ടുവരാം.
അവൻ വരുന്ന ശകലം അടിക്കാം. പൈസ ഇത് അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. 50 രൂപ പച്ച വീട്ടിൽ പണി തുടങ്ങി. കിട്ടിയായിട്ട് ഇരിക്കട്ടെ. എന്നാലും ഞാൻ അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലേ. അച്ചാറങ്ങി അച്ചാറ്. കൺട്രാക്ടറിനെ വിളിച്ച് പറഞ്ഞാ അവങ്ങളെ വരില്ലെന്ന് വിളിച്ച് പറഞ്ഞാ. നിന്റെ ഗസ്റ്റ് പോകണ്ടല്ലോടാ ഇത്. അതിൽ നിന്ന് ഓരോന്ന് ഒഴി നമുക്ക് അടിക്കാം. ഇന്ന് ഗസ്റ്റ് വന്നിട്ട് എല്ലാം കിട്ടിയോ നിനക്ക്? ഇതൊക്കെ ചുമ്മാ പറയണ്ടേ, ഇതിലൊന്നും കിട്ടിയ 50 രൂപ ചുമ്മാ പറ്റിക്കല്ല. പോടാ, ഇതെന്റെ കയ്യിലിരുന്ന പൈസ. ഇതാ 50 രൂപ, നീ നോക്കൂ. പിന്നെ ഇതൊക്കെ ചുമ്മാ. എൻ്റെ 50 രൂപയൊന്നുമില്ല. അത് പോരാണല്ലേ നോട്ടു. അതോ പോയി കാണല്ലേ, നീ ഉടുപ്പിൽ വെച്ചൊന്നില്ലേ? നിന്റെ എനിക്ക് എവിടെ വെളിയിൽ തന്നെ കളഞ്ഞേ. എനിക്ക് വെളിയിൽ നിൽക്കായിരിക്കും. എന്റെ 50 രൂപ പുറത്ത് കളഞ്ഞ പൈസ. പോടാ. കിട്ടി 50 രൂപയില്ല. നിന്റെ പൈസ പച്ച വീട്ടിലെന്ന് പറയണ ചുമ്മാ പറ്റിക്കേക്കാം. നിനക്ക് വാ, 2 അടിക്കാം നമുക്ക്. വാ, വീട്ടില് കാരണം നാണം കെട്ടല്ലേ അവന്റെ മുമ്പേ. പുല്ലിനെ എറിഞ്ഞ് കൊന്നാല് അത് നേരെ കൊല്ലടാ. നീ കാസെടുത്തുണ്ട്, 2 അടിച്ചാലേ സമാധാനം കിട്ടുള്ളൂ. ഒരു വീട്ടിൽ കാരണം ഇന്നത്തെ പണിയും പോയി. അല്ലെങ്കിൽ വേണ്ട, കടയിൽ കൂടെ കഴിക്കുന്നുണ്ടാടേ. മുട്ട വല്ലതും ഉണ്ടോ? 2 മുട്ട അടിക്കണം. ആംപ്ലേറ്റ് അടിക്കാം. നീ കഴിച്ചാ ഉള്ളി അരിഞ്ഞാ?